സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയറും പൊട്ടൻഷ്യൽ എനർജിയുടെ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എച്ച് സ്ക്വയറുമാണ്. എന്നിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചു കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും. അതായത് ഓസിലേറ്ററിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് എങ്ങനെയാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി വേരി ചെയ്യുന്നത്. അതിൻ്റെ ഗ്രാഫ് നമ്മൾ ഓൾറെഡി വരച്ചതാണ്. അതിൽ ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഗ്രാഫ് നമുക്കൊരു പരാബോള കിട്ടും. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരാണ് ഡെസ്മോസ്. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി ഞാൻ കെ ഫോഴ്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 0.5 ന്യൂട്ടൺ പെർ മീറ്റർ എടുക്കുവാണ്. ആംപ്ലിറ്റ്യൂഡ് 3 മീറ്റർ എടുക്കുവാണ്. അപ്പോൾ ആദ്യം നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ 1/2 ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. അതിൽ കെയുടെ വാല്യൂ ആയ 0.5ഉം എയുടെ വാല്യൂ ആയിട്ടുള്ള 3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരിക്കും ഞാൻ ഇക്വേഷൻ എഴുതുന്നത്. സോ ഹാഫ് ഇൻറ്റു ഹാഫിന് 0.5 നമുക്ക് എഴുതാം ഇൻറ്റു കെയുടെ വാല്യൂ 0.5 ആണ്. ദെൻ ബ്രാക്കറ്റിൽ എ സ്ക്വയർ 3 സ്ക്വയർ 9 ആണ് മൈനസ് എച്ച് സ്ക്വയർ. നമുക്ക് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇതുപോലെ കിട്ടും. ഇതുപോലെ ഒരു പരാബോള നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് വരയ്ക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്, അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു കെ എച്ച് സ്ക്വയർ, ദറ്റ് 0.5 ഇൻറ്റു എച്ച് സ്ക്വയർ. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് ഈ രീതിയിൽ കിട്ടും. അത് ഇവിടെ പച്ച കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ്, നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. നമുക്കപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നാണ് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെയും ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഈ ഒരു ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനും ആഡ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തുവരും നോക്കാം. കണ്ടോ, ബ്ലാക്ക് കളറിൽ കാണിക്കുന്നതാണ് ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇതാണ് ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്.